നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാക്കുക? നമുക്ക് ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരം പരിചയപ്പെട്ടാലോ? നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്രെഡ് ദഹി വടയാണ്. നമുക്കായി കാണിച്ചു തരുന്നു മീന ഭണ്ഡാരി. ബ്രെഡ് ദഹി വട തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. 4 ബ്രെഡ്, 1/4 കപ്പ് തൈര്, കുറച്ച് മല്ലിയില ചട്നി, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, 1/4 കപ്പ് പുളിച്ചട്നി, 1 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വറുത്തെടുത്ത ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ. മാങ്ങ ഉണക്കിപ്പൊടിച്ച് തന്നെയാണ് ആംചൂർ പൗഡർ എന്ന് പറയുന്നത്. 7-8 ഉണക്കമുന്തിരി, ആവശ്യത്തിന് ബട്ടർ മിൽക്ക്, കുറച്ച് മല്ലിയില, വേവിച്ച് തൊലി കളഞ്ഞ 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിന് കാരുപ്പ്. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന ബ്രെഡിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള നടുക്കുള്ള ഭാഗം മാത്രമാണ് ആവശ്യം. അതിനായി ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ച് നടുക്കത്തെ ഭാഗം മാത്രം മുറിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ ബ്രെഡും അരികു കളഞ്ഞ് മുറിച്ചെടുക്കുക. ഇനി നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൈവച്ച് ഇതുപോലെ നന്നായി ഉടച്ചെടുക്കുക. ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ, 7-8 ഉണക്കമുന്തിരി, വറുത്തെടുത്ത ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിക്സിംഗ് മാറ്റിവെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തൈരിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിശ്രിതം അരികൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങ് മിക്സിംഗ് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ബ്രെഡിലേക്ക് വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാൻ എടുത്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ചിടാൻ മറക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ദഹി വട ഇട്ട് കൊടുക്കാം. രണ്ടു വശവും മറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതെടുക്കാം. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിന് മുകളിൽ കുറച്ച് തൈര്, പുളിച്ചട്നി, മല്ലിയില ചട്നി, ജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്തിരി കാരുപ്പ്, ഗാർണിഷ് ചെയ്യാനായി കുറച്ച് മല്ലിയില നമുക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാം. നല്ല ടേസ്റ്റിയായ ചൂട് ബ്രെഡ് ദഹി വട തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഈ റെസിപ്പി നിങ്ങളും തയ്യാറാക്കി നോക്കുമല്ലോ.